ഹലോ, ഞാൻ അനുഷ. ചെറുതാകുമ്പോൾ വരച്ചിട്ട് ഇപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം രണ്ടാമതും വരയ്ക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ അനുഷ മോഹൻ ആർട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രീസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ട്രീസ് നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിൽ കാണുമ്പോൾ ഒരുപാട് ഷേപ്പിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസിലും ഒക്കെ കാണാറുണ്ട്. പക്ഷേ അതിൽ കാണുന്ന ഏത് ട്രീ വരയ്ക്കാനും സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് ആ ട്രീയുടെ ഓവറോൾ ഷേപ്പാണ്. അതല്ലാതെ ഒരു പൈൻ ട്രീ വരയ്ക്കണമെങ്കിലോ ഒരു റൗണ്ടായിട്ടുള്ള മറ്റൊരു ആൽമരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരം വരയ്ക്കണമെങ്കിലോ നമ്മൾ ആ ഒരു മരം മാത്രമായിട്ട് വരച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമുക്ക് വരയ്ക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ, ഉദാഹരണത്തിന് ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു മരവും അതിന് ചുറ്റുവട്ടത്തുള്ള ഒരു കാര്യങ്ങളും, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ മരത്തിലെ ഡീറ്റെയിലിങ്ങിനെക്കാട്ടും ഉപരി ആ മരത്തിൻ്റെ ഓവറോൾ ഷേപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ട്രങ്ക് ഏത് രൂപത്തിലാണുള്ളത്, എത്ര വീതിയുണ്ട് കമ്പയർഡ് ടു അതിൻ്റെ മുഴുവൻ മുകൾ ഭാഗവുമായിട്ട്. ചിലപ്പോൾ ആ ഇലകൾ നിൽക്കുന്ന ഭാഗം ഒരു ഓവൽ ഷേപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കാം കാണുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ട് വരുന്ന ചില ഷേപ്സിലും ആയിരിക്കാം. പക്ഷേ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഷേപ്സിലേക്ക് മാറ്റി ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ഞാൻ വര പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനൊരു ഫൈൻ ആർട്സ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു അങ്ങനെ പഠിച്ച ഒരു പ്രൊഫഷണലായിട്ട് കോഴ്സ് ചെയ്ത ആളല്ല. പക്ഷേ ഈ ഒരു ബേസിക് നോളജ് വെച്ചാണ് നമുക്ക് അതിൻ്റെ മേലെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ പെട്ട കാര്യങ്ങളാണ്. നമുക്കിപ്പം ഒരു പോർട്രേറ്റ് വരയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ അതേപടി ഒരു റിയലിസ്റ്റിക് ഡ്രോയിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലത്തെ മെത്തേഡ്സ് അല്ല ഉപയോഗിക്കുന്നത്. പലർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പോർട്രേറ്റ്സ് എല്ലാം ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നവരുണ്ടെങ്കിൽ പോലും എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ല. ഇത് നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന രീതിയെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. വളരെ റഫായി നമ്മൾ അതിൻ്റെ ഓവറോൾ ഷേപ്പ് പിടിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യം പേപ്പറിലാക്കുന്ന കഴിവ്, അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷേപ്സ് കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ 3 ട്രീ ചെയ്തതിൽ 3 ഡിഫറെൻറ്റ് ഷേപ്സ് ആയിരുന്നു. ആദ്യത്തേത് കുറച്ചുകൂടെ പരന്ന ഒരു ഓവൽ ഷേപ്പിലും, രണ്ടാമത്തേത് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പൈൻ ട്രീയും, മൂന്നാമത്തേത് റൗണ്ട് ആയിട്ടുള്ള മറ്റൊരു ട്രീയും ആയിരുന്നു. ഇതിലൊന്നും ഞാൻ അതിൻ്റെ ഇലകൾ വരച്ചല്ല ആദ്യം തുടങ്ങിയത്. അതിൻ്റെ ഓവറോൾ ഷേപ്പ് കണ്ടുപിടിച്ച് അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ബിൽഡ് ചെയ്തെടുത്തത്. ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായി പടം വരയ്ക്കാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം വീഡിയോസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബോണസ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷേപ്സ് പെട്ടെന്ന് വരയ്ക്കാൻ നമ്മുടെ കയ്യിലേക്ക് വരാനായിട്ട് വെറുതെ ഒരു പേജിൻ്റെ ബാക്കിലോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിരിക്കുന്ന ഒരു പേപ്പറിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇത്തരം ഷേപ്സ് നമ്മുടെ കൈ കൊണ്ട് വരച്ച് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടിപ്പ്. അതായത് പല രൂപത്തിലും പല വലിപ്പത്തിലുമുള്ള ഷേപ്സ് വരച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ അതിൻ്റെ ഷേപ്പ് പെട്ടെന്ന് മനസ്സിലേക്ക് ഏതാണ് അതിൻ്റെ ഒരു 3D ഷേപ്പ് എന്ന് മനസ്സിലേക്ക് വരാനും അത് പേപ്പറിലേക്ക് കൊണ്ടുവരാനും വളരെ ഈസി ആയിരിക്കും.